ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹധനരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാൻ അതിന്റെ പകുതിയും പിന്നിട്ട് രണ്ടാമത്തെ പകുതിയിലേക്ക്, അല്ലെങ്കിൽ അവസാന പകുതിയിലേക്ക് പ്രവേശിച്ചു. റമദാനിന്റെ പകുതി നമ്മളിൽ നിന്നും വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തീർച്ചയായും ഒരു വിശ്വാസി ചില വിലയിരുത്തലുകളിലേക്ക് പോകേണ്ടതുണ്ട്. ഏറെ പോരിശയുള്ള ഓഫറുകളുള്ള, ഓരോ നന്മകൾക്കും 10ഉം 700ഉം അതിലേറെയും പ്രതിഫലം ലഭിക്കുന്ന റമദാൻ, അത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് അതിന്റെ 15 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എവിടെ എത്തി നിൽക്കുന്നു നമ്മൾ? കേവലം നോമ്പിന്റെ വിഷയത്തിലല്ല, നമ്മുടെ ജമാഅത്ത് നമസ്കാരങ്ങളുടെ കാര്യത്തിൽ, ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിൽ, സുന്നത്ത് നമസ്കാരങ്ങളുടെ വിഷയത്തിൽ, അദ്കാറുകളുടെയും ദുആഇന്റെയും സ്വലാത്തിന്റെയും വിഷയത്തിൽ എന്തെങ്കിലും ഒന്ന്, കഴിഞ്ഞ റമദാനിൽ ഇല്ലാത്ത ഒന്ന് ഈ റമദാനിൽ ഞാൻ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്ര കാലം ഞാൻ ഗൗരവത്തിൽ കാണാതിരുന്ന ഒന്നും ഈ റമദാനിലൂടെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്ര കാലം ഞാൻ ചെയ്യാതിരുന്ന ഒരു പുണ്യം, അതിന്റെ പോരിശ മനസ്സിലാക്കി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു വാക്ക് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ റമദാൻ കൊണ്ട് നമ്മൾ വിജയിച്ചിട്ടുണ്ട്. അതല്ല എങ്കിൽ ഇനി പകുതി പോലും ഇല്ല നമ്മുടെ മുന്നിൽ. എത്ര ദിവസം നമ്മൾ റമദാനിൽ കഴിച്ചുകൂട്ടിയോ അത്രയും ദിവസം ഇനി നമ്മുടെ മുന്നിലില്ല.
അതുകൊണ്ട് തുടങ്ങി വെക്കാത്ത ഏതൊരു നന്മയുണ്ടെങ്കിലും അത് തുടങ്ങാനുള്ള അവസരമാണ്. ചെയ്തുകൊണ്ടിരുന്ന ഏതൊരു തിന്മയും ഇനിയും അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് പൂർണ്ണമായി അവസാനിപ്പിക്കാനുള്ള സമയമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാനിന്റെ പോരിശകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്, ഒരു റമദാനിലാണ് മുസ്ലിം ഉമ്മത്തിന്റെ ആവേശവും അഹങ്കാരവുമൊക്കെ ആയിട്ടുള്ള ബദർ യുദ്ധത്തിന്റെ വിഷയം. ഏത് വർഷമാണോ റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത്, അതേ ഹിജറ 2-ാം വർഷമാണ് ബദർ യുദ്ധവും നടക്കുന്നത്. ബദർ എന്ന് പറയുമ്പോൾ അതൊരു പ്രദേശത്തിന്റെ പേരാണ്. ആ പ്രദേശത്ത് നടന്ന ഒരു വമ്പിച്ച യുദ്ധം, ആ യുദ്ധത്തിനെയാണ് ബദർ യുദ്ധം എന്ന് പറയുന്നതെങ്കിൽ, ആ യുദ്ധത്തിൽ പങ്കെടുത്തവരും പങ്കെടുക്കാൻ ആഗ്രഹിച്ചിട്ടും പങ്കെടുക്കാൻ സാധിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗനീമത്ത് നൽകിയവരുമൊക്കെയായ ബദരീങ്ങളും. തീർച്ചയായും ഈ രണ്ട് കാര്യത്തെക്കുറിച്ചും ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ ഒന്നിലധികം തവണ ഈ മിമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ ബദർ യുദ്ധത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ആ ഒരു യുദ്ധത്തിന് നൽകിയ പേര് യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ഒരു ദിവസമാണത്. നന്മയും തിന്മയും വേർതിരിക്കപ്പെട്ട ദിവസമാണത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയാണ്, യൗമൽ ഫുർഖാൻ യൗമൽ തഖൽ ജംആൻ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ ദിവസത്തിനെ കുറിച്ച് പറയുന്നു, സത്യാസത്യ വിവേചനത്തിന്റെ ദിവസത്തിൽ, അഥവാ രണ്ടു സംഘങ്ങൾ ഏറ്റുമുട്ടിയ ആ ഒരു ദിവസം. യൗമൽ തഖൽ ജംആൻ, രണ്ട് സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. ആ ദിവസത്തിൽ സത്യം വിജയിച്ചു, അസത്യം പരാജയപ്പെട്ടു. മുസ്ലിമീങ്ങൾ വിജയിച്ചു. ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങളിലാണ്. ആയത്തും ഹദീസും വെച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കണ്ണു തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മീഡിയകളിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്, പല ചാനലുകളിലും നമ്മൾ കാണുന്നുണ്ട്. മുസ്ലിമീങ്ങൾ അങ്ങേയറ്റം പ്രയാസത്തിലായിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു എല്ലാ അർത്ഥത്തിലും വിജയം നൽകുമാറാവട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് മുസ്ലിമീങ്ങൾക്ക് വിജയം നേടാൻ കഴിയുക? എല്ലാവരും ഒരുമിച്ചിരുന്നാൽ വിജയം നേടാൻ കഴിയുമോ? എല്ലാവരും പരസ്പരം ആയുധങ്ങൾ കൈമാറിയാൽ വിജയം നേടാൻ കഴിയുമോ? ആയുധങ്ങളുടെ ആധിക്യമോ, ആളുകളുടെ കൂട്ടലോ, അല്ലെങ്കിൽ അവരുടെ സൗകര്യങ്ങളോ ആയിരുന്നോ ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചത്? എന്തുകൊണ്ടാണ് ബദർ ഒരു പക്ഷേ മറ്റുള്ള യുദ്ധങ്ങളെ പോലെ ഒന്നും നമ്മൾ ചർച്ച ചെയ്യപ്പെടില്ല? അതിനുശേഷം ഉഹുദ് നടന്നിട്ടുണ്ട്, ഖന്തഖ് നടന്നിട്ടുണ്ട്, ഹുനൈൻ നടന്നിട്ടുണ്ട്, ഖൈബർ നടന്നിട്ടുണ്ട്, അതല്ലാത്തയും എത്രയോ സംഭവങ്ങൾ. പക്ഷെ എന്തുകൊണ്ട് ബദർ? കേവലം 300 ചില്ലാനം വരുന്ന ആളുകൾ 1000-ഓളം വരുന്ന സൈന്യത്തെ നശിപ്പിക്കുക, അവരെ തകർത്ത് കളയുക. അത് ആയുധങ്ങളുടെ കരുത്തുകൊണ്ടല്ല. ഈ 300 ചില്ലാനം വരുന്ന സഹാബത്തിന്റെ അടുക്കൽ വെറും 2 കുതിരകൾ മാത്രം, വെറും 70 ഒട്ടകങ്ങൾ അല്ലെങ്കിൽ 80 ഒട്ടകങ്ങൾ മാത്രം. ഒരു ഒട്ടകത്തിൽ 2-3 ആളുകൾ മാറി മാറി നടന്നിട്ട 150 കിലോമീറ്റർ യാത്ര പോയത്. മൂർച്ചയില്ലാത്ത വാളുകളും മുനയൊടിഞ്ഞ കുന്തങ്ങളും അതായിരുന്നു അവരുടെ ആയുധം. എന്നിട്ടും മുസ്ലിമീങ്ങൾ വിജയിച്ചു. എന്നെ കൂടുതലുണ്ടായിരുന്ന ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തി. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചു. അതിന്റെ കാരണങ്ങൾ നമ്മൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ 8ഓളം കാരണങ്ങൾ പണ്ഡിതന്മാർ എണ്ണുന്നുണ്ട്. ഇന്ന് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തുണ്ടോ ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഈ 8 കാരണങ്ങളിലേക്ക് വന്നാൽ മതി. ഈ 8 വിഷയങ്ങളിലേക്ക് ഒരു മുസ്ലിം എന്ന് തയ്യാറെടുക്കുന്നുണ്ടോ അന്ന് അവന് വിജയം നേടാൻ കഴിയും. അതല്ലെങ്കിൽ എന്നും മറ്റുള്ളവന്റെ കാൽ കീഴിൽ ഒരു ദാസനെ പോലെ, അടിമയെപ്പോലെ ജീവിക്കാനായിരിക്കും മുസ്ലിമിന്റെ യോഗം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്താണ് ആ കാരണങ്ങൾ? അതിൽ ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുൻഗാമികൾ ബദരീങ്ങൾക്ക് സ്വർഗം നേടണമെന്ന അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. കേവലം നാവ് കൊണ്ടുള്ളൊരു വാക്കല്ല, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കൽ മാത്രമല്ല, ജീവിതത്തിൽ സ്വർഗം കിട്ടണമെന്ന ആഗ്രഹം. ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന്റെ അന്ന് ഹിജറ 2-ാം വർഷം
റമദാൻ 17 വെള്ളിയാഴ്ച രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഇങ്ങനെ അവർക്ക് ചില ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂമൂ ഇലാ ജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്. ആകാശഭൂമികളെക്കാൾ വിശാലമായിട്ടുള്ള സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുത്തോ, അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കോ. ഇതാ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്ക് അതുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ യഖൂലു ഉമൈർ ഇബ്നുൽ ഹുമ്മാം അൽ അൻസാരി റളിയല്ലാഹു അൻഹു, ഉമൈർ ഇബ്നുൽ ഹുമ്മാം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ ബഖിൻ ബഖിൻ എന്ന് പറയാം. ആദ്യം അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ് ജന്നത്തുൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളെക്കാൾ വിശാലമായിട്ടുള്ള സ്വർഗമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. ഉടൻ അദ്ദേഹം ബഖിൻ ബഖിൻ ആ ഒരു പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ഈ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ ഞാൻ ഈ കാരക്ക് കടിച്ചുകൊണ്ടിരിക്കണം. ഇത്രയും വിശാലമായ ഒരു സ്വർഗമുണ്ടെങ്കിൽ ആ സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങേണ്ടതിന് പകരം ഞാൻ ഈ കാരക്കയും കടിച്ചിരുന്നാ പറ്റൂല. അദ്ദേഹം ആ കാരക്ക മാറ്റിവെച്ചു. എന്നിട്ട് പറയാണ്, അത്ര സമയം കൂടി എനിക്ക് നേരത്തെ സ്വർഗത്തിലേക്ക് എത്തണം, അത് തിന്നു തീർക്കാനുള്ള സമയം എനിക്കില്ല. ആ യുദ്ധത്തിൽ ഷഹീദായ ഒരാളാണ് ഉമൈർ ഇബ്നുൽ ഹുമ്മാം റളിയല്ലാഹു അൻഹു. സ്വർഗം എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം കേവലം അവരുടെ വാക്കിൽ മാത്രമല്ല, അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സ്വർഗം കിട്ടണമെന്നൊരാഗ്രഹമായിരുന്നു. അവിടെ വാപ്പയും മകനും തമ്മിലുള്ള ബന്ധമൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറയുമ്പോൾ ആദ്യത്തിൽ ഒരു യുദ്ധമല്ലായിരുന്നു. നബിയും സഹാബത്തും മദീനയിൽ നിന്ന് ഇറങ്ങുമ്പോ അബൂ സുഫിയാനും കൂട്ടരും പോയിട്ടുള്ള കച്ചവട സംഘത്തെ തടുത്തു നിർത്തുക, 40ഓളം വരുന്ന സംഘത്തെ തടുത്തു നിർത്തുക എന്നതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താല്പര്യമുള്ളവരൊക്കെ ഇറങ്ങിക്കോളി. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ വീട്ടിലിരിക്കുകയാണ് സഅദ് റളിയല്ലാഹു അൻഹുവും ഖൈസമ റളിയല്ലാഹു അൻഹുവും. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയാണ് ഖൈസമ. വാപ്പയും മകനും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ശബ്ദം കേൾക്കുന്നത്. ഖൈസമ പറഞ്ഞു, മോനെ ഒന്ന് ചെന്ന് നോക്ക്, എന്താണ് ആ ശബ്ദം എന്നുള്ളത്. സഅദ് റളിയല്ലാഹു അൻഹു വന്ന് നോക്കിയിട്ട് നേരെ വന്ന് തന്റെ വീട്ടിൽ ചുമരിൽ തൂക്കിയിട്ടുള്ള വാളും പരിചയം എടുക്കാണ്. വാപ്പ ചോദിക്കണം, എങ്ങോട്ടാണ് നീ പോണത്? സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പോകണം. ആ സമയത്ത് വാപ്പ മകന്റെ കൈ പിടിച്ചു. ഖൈസമ റളിയല്ലാഹു അൻഹു മകന്റെ കൈ പിടിച്ചിട്ട് പറയാണ്, മോനെ നീ പോകല്ലേ, നീ ചെറുപ്പമാണ്, നീ മരിക്കുമെന്നല്ല പറയുന്നത്, നീ ചെറുപ്പമാണ്, നിനക്കിനിയും അവസരങ്ങൾ കിട്ടും, ഇപ്പൊ ഈ തവണ വാപ്പ പോട്ടെ. മകനും വാപ്പയും തമ്മിൽ സംസാരമായി, തർക്കമായി. എന്തിന്റെ പേരിൽ? ഒരുമിച്ച് കച്ചവടം ചെയ്തതിന്റെ പേരിലല്ല, അനന്തര സ്വത്ത് വീതിക്കുന്ന വിഷയത്തിലല്ല, മറിച്ചോ സ്വർഗം കിട്ടണം. അവസാനം വാപ്പ പറഞ്ഞു, നമുക്ക് നറുക്കിടാം, ആരുടെ പേരാ കിട്ടണത് അവര് പോട്ടെ. നറുക്കിട്ടു. മകനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പേരാ കിട്ടിയത്. സഅദ് റളിയല്ലാഹു അൻഹു വാപ്പയോട് സലാം പറഞ്ഞു പോകുമ്പോ വാപ്പ കെട്ടിപ്പിടിച്ച് മകനെ മുത്തം കൊടുത്തുകൊണ്ട് ആ മകൻ ഇങ്ങനെ അകന്നു പോകുന്നത് നോക്കി നിന്ന് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ വാപ്പയായ ഖൈസമ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവേ, എന്റെ മകൻ സഅദിനെ ഞാനിതാ നിന്റെ മാർഗത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്, നാളെ സ്വർഗത്തിലല്ലാതെ അവനെ നീ എന്നെ കാണിക്കല്ലേ. സുബ്ഹാനല്ലാഹ്. സ്വർഗം എന്നുള്ളത് കേവലം ഒരു ആഗ്രഹമായി വെക്കാതെ അങ്ങേറ്റത്തെ ആഗ്രഹം, നിരന്തരമായ പ്രാർത്ഥന, അതിനനുസരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ വിജയത്തിന്റെ ഒന്നാമത്തെ കാര്യം. സ്വർഗം അവരാഗ്രഹിച്ചിരുന്നു. രണ്ടാമത്തെ വിഷയം അവരുടെ വിശ്വാസത്തിന്റെ ആഴമാണ്. അവരുടെ വിശ്വാസത്തിന്റെ ആഴം നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള 40ഓളം കച്ചവട സംഘത്തെയാണ് പിടിച്ചു നിർത്താൻ വേണ്ടി പോയതെങ്കിൽ അബൂ സുഫിയാനും കൂട്ടരും രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് 1000ഓളം വരുന്ന സർവ്വസന്നാഹങ്ങളുമായിട്ടുള്ള അബൂ ജഹലിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം വരുന്നുണ്ടെന്നറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ചോദിക്കാണ്, എന്താണ് ചെയ്യേണ്ടത്? കാരണം അവര് പ്രതീക്ഷിച്ചത് ഒരു 40 അംഗ സംഘം, അത് കച്ചവട സംഘം, അവരെ തടുത്തു നിർത്തുക എന്നുള്ളതായിരുന്നു. എന്നാൽ അവർ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, വലിയ ഒരു സർവ്വസന്നാഹങ്ങളുമായി സർവായുധരായിക്കൊണ്ട് അബൂജഹലും കൂട്ടരും വരികയാണ്. എന്താ ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താണെന്നറിയോ? ഖുർആനിലൂടെ അല്ലാഹ് പറയാണ്, അവരെങ്ങനെ മരണത്തിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്നതുപോലെ അവർക്ക് തോന്നി. അവര് വീട്ടിലിരിക്കായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചപ്പോൾ ഇറങ്ങിയതാ. ചെറിയ ഒരു കാര്യമാണെന്ന് വിചാരിച്ചത്, പക്ഷെ ഇത്രയും വലിയ ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് അവർ വിചാരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ നിർത്തി, എന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? അവിടെയാണ് വിശ്വാസികളുടെ ആ വിശ്വാസത്തിന്റെ ആഴം മനസ്സിലാക്കിക്കൂടി. അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ പറഞ്ഞോ, നിങ്ങളുടെ കൂടെ ഞങ്ങൾ വരാം. ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു, അതേ വാചകം പറഞ്ഞു. പിന്നീട് മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാണ്. അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു താങ്കൾക്ക് കാണിച്ചു തന്നതനുസരിച്ചുകൊണ്ട് നിങ്ങൾ ഇറങ്ങിക്കോ. ഒരിക്കലും ബനൂ ഇസ്രായേലരായ ആളുകൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞതുപോലെ ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്ന ഹൗനാ ഖായിദൂൻ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്ത് മൂസ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് ഞങ്ങൾ ഒരിക്കലും പറയൂല. നിങ്ങൾ ഇറങ്ങ് പ്രവാചകരെ, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ഇതാ ഞങ്ങൾ പറയാം. ഇത് മുഹാജിറുകളിൽപ്പെട്ട മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം പ്രസന്നമായില്ല. കാരണം ആ 300 ചില്ലാനം വരുന്ന ആളുകളിൽ വളരെ കുറവായിരുന്നു മുഹാജിറുകൾ. ഏറ്റവും കൂടുതലുള്ളത് അൻസാരികളാണ്, മദീനക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടുള്ള കരാറാകട്ടെ മദീനയിൽ പ്രവാചകനെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. ബദറാകട്ടെ മദീനയിൽ നിന്ന് 100-150 കിലോമീറ്റർ അകലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അശീറു അലയ്യ അയ്യുഹന്നാസ്, അല്ല ജനങ്ങളെ, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ? ആ സമയത്ത് അൻസാരികളുടെ കൂട്ടത്തിൽ നിന്നും സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ഞങ്ങളോടാണോ ചോദിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഉടനെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. എന്നിട്ട് അദ്ദേഹം പറയാണ്, പ്രവാചകരെ, ഞങ്ങൾ ഇതാ അങ്ങയിൽ വിശ്വസിച്ചിട്ടുണ്ട്. ഏറ്റവും മോശമായ ഒരു ജീവിതമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതിൽ ഞങ്ങൾക്ക് ഇസ്സത്തുള്ള പ്രതാപമുള്ള ഒരു ജീവിതം നിങ്ങളിൽ വിശ്വസിച്ചത് കൊണ്ടാണ് കിട്ടിയത്. നിങ്ങൾ ഞങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകരെ, നിങ്ങൾ ഒരു സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞാലും നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഇറങ്ങും. ഞങ്ങൾ ഒരിക്കലും മാറിപ്പോകൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാക്കിയ വാക്കുകളായിരുന്നു അത്. കാരണം അവർക്ക് വേണമെങ്കിൽ തിരിഞ്ഞു പോകാമായിരുന്നു. പക്ഷേ അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക്, അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിലേക്ക് ഇറങ്ങാനുള്ളൊരു മനസ്സായിരുന്നു. എന്നാ പ്രിയപ്പെട്ടവരെ, ഈ തരത്തിലുള്ളൊരു വിശ്വാസത്തിന്റെ ആഴം നമ്മളിലുണ്ടോ? ആരെയും കുറ്റപ്പെടുത്താനല്ല പറയണത്. നട്ടുച്ച സമയത്തൊന്ന് പള്ളിയിലേക്ക് വരണം എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ നോമ്പിന്റെ പ്രശ്നം പറഞ്ഞിട്ടാണ് നിൽക്കാറുള്ളത്. നമ്മുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടാവുക, 2 കിലോമീറ്റർ ഉണ്ടാവുക. ഒരു പക്ഷേ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് വരെ നമുക്ക് വരാൻ മടിയാണെങ്കിൽ റമളാനിന്റെ നട്ടുച്ചയിൽ 100-ലധികം കിലോമീറ്റർ യാത്ര ചെയ്തു സഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ശത്രുവിന്റെ മുന്നിലേക്ക് തന്റെ വാളുമായി കൊണ്ടിറങ്ങിച്ചെന്നവർ, അവര് കയറിയ സ്വർഗത്തിലാണ് നമ്മളും കയറാനുള്ളത്. ഒന്ന് പള്ളിയിലേക്ക് ജമാഅത്ത് വരാൻ കഴിയാത്ത നമ്മൾ, തറാവീഹിന് കുറച്ച് കൂടുതൽ സമയം നിൽക്കാൻ കഴിയാത്ത നമ്മൾ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഒരാവർത്തി പൂർണ്ണമായി വായിക്കാൻ കഴിയാത്ത നമ്മൾ, കുറ്റപ്പെടുത്തുകയല്ല, നമ്മളൊന്ന് സ്വയം പരിശോധിച്ചോളിയും. ആ സ്വഹാബിമാര് കയറിയ സ്വർഗത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്. മൂന്നാമത്തെ വിഷയം, നമ്മുടെ മുൻഗാമികൾ വിജയിക്കാനുള്ള, ബദരീങ്ങൾ വിജയിക്കാനുള്ള മൂന്നാമത്തെ കാരണം എന്താണെന്നറിയോ? അവർക്ക് പ്രമാണങ്ങളോടുള്ള സമീപനം ഉണ്ടായിരുന്നു. ഖുർആനിന്റെ വിഷയത്തിൽ, വഹ്യിന്റെ വിഷയത്തിൽ, ഹദീസിന്റെ വിഷയത്തിൽ അവരുടെ ഒരു തീരുമാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഹിജ്റ 2-ാം വർഷം റമളാൻ 16 വ്യാഴാഴ്ച രാത്രിയാണ് ബദറിന്റെ സമീപത്തെത്തുന്നത്. അവിടെ ഒരു സ്ഥലം കാണിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഇതാ ഇവിടെ നമുക്ക് ടെന്റ് കെട്ടാം, ഇവിടെ നമുക്ക് ഇറങ്ങാം, ഇവിടെ താമസിക്കാം. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഉബാദ ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ഇവിടെ ടെന്റ് കെട്ടാൻ വേണ്ടി പറഞ്ഞത് നമ്മുടെ താമസം ഇങ്ങോട്ട്, രാത്രി കിടത്തം ഇങ്ങോട്ട് മാറ്റാമെന്ന് പറഞ്ഞത് വഹ്യിന്റെ അടിസ്ഥാനത്തിലാണോ, അതല്ല ഒരു യുദ്ധതന്ത്രം എന്ന നിലക്ക് നിങ്ങളെടുത്ത തീരുമാനമാണ്? ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് വഹ്യിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, ഞാനൊരു തീരുമാനം പറഞ്ഞു എന്ന് മാത്രമേ. വീണ്ടും ചോദ്യം, ഇത് മാറ്റാനുള്ള അനുവാദം വല്ലതുണ്ടോ? ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ വല്ല അനുവാദമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിലൊന്നും കുഴപ്പമില്ല.
ഉടനെ ഹുബാബ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്നാൽ പ്രവാചകരെ, ഈ നാടിനെ കുറിച്ചും ഈ പ്രദേശത്തെ കുറിച്ചും എനിക്കറിയാം. ഈ നിൽക്കുന്ന സ്ഥലത്തിനേക്കാൾ ഉത്തമമായൊരു സ്ഥലം അപ്പുറത്തുണ്ട്. അവിടെ തൊട്ടടുത്ത് കിണറുണ്ട്, നമുക്ക് വെള്ളത്തിനുള്ള സൗകര്യമുണ്ട്, മഴ പെയ്താലും പ്രയാസമാകാതെ കിടക്കാനുള്ള സൗകര്യവും അവിടെയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, എഴുന്നേൽക്കും, നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ഹുബാബ് റളിയല്ലാഹു അൻഹു ആ ചോദ്യം കേൾക്കും. ആ ചോദ്യത്തിന്റെ ഗൗരവം എന്താ? വഹയിന്റെ അടിസ്ഥാനത്തിലാണോ ഈ തീരുമാനം? വഹയിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. പിന്നെ അല്ലാഹ് പറഞ്ഞതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചതാണ്. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും പറയൂല. കാരണം വിശ്വാസി സമിഅനാ വഅതഅനാ, ഞാൻ കേട്ടു, ഞാൻ അനുസരിച്ചു എന്ന് പറയുന്നവരാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധതന്ത്രം എന്ന നിലയ്ക്ക് പ്രവാചകന്റെ അഭിപ്രായം ചെയ്തു. അതിൽ നിന്ന് വേണമെങ്കിൽ മാറ്റം വരുത്താം. അതാണ് ചോദ്യം. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ ഉണ്ട്, ആയത്തൊക്കെ അവിടെ നിൽക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഹദീസ് അവിടെ നിൽക്കട്ടെ. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ പറ്റുള്ളൂ. എന്റെ കുടുംബത്തിന്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ. എന്റെ കച്ചവടം നന്നാവണമെങ്കിൽ ആയത്തും ഹദീസും നോക്കിയാൽ നടക്കൂല പറയുന്നവരില്ലേ? ആയത്തും ഹദീസൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പൊ പൈസ ഉണ്ടാക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഹുബാബ് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹു കയറിയ സ്വർഗ്ഗത്തിലേക്കാണ് അവരും പോകാനുള്ളത്. ഉണ്ടാവൂ എന്നുള്ളത് പരിശോധിച്ചോളി. അല്ലാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ വഹയിന്റെ അടിസ്ഥാനമാണത്, അള്ളാഹുവിന്റെ ദിവ്യബോധനമാണത്. ഖുർആനിലെ ആയത്തെന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു പുസ്തകത്താളുകളിൽ നിന്നും വരുന്ന കേവലം ചില വാക്കുകളല്ല, അത് അള്ളാഹിന്റെ കലാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അതിന് അത്രയും ഗൗരവമുണ്ട്. അതും നിസ്സാരമായ വിഷയമല്ല. അതുകൊണ്ടാണ് സ്വഹാബിമാർ ആ ഒരു ചോദ്യം ചോദിച്ചതും. നാലാമത്തെ വിഷയം, ബദരീങ്ങൾ വിജയിക്കാനുള്ള നാലാമത്തെ കാരണം, അവർ വിശ്വാസികൾ എന്ന നിലക്ക് വല്ലാത്ത അടുപ്പമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്, വല്ലാത്ത അടുപ്പം. ബദർ യുദ്ധത്തിന്റെ രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ എല്ലാവരെയും ഇങ്ങനെ തയ്യാറാക്കി നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്ക് ഞങ്ങൾ ഒരു അരീഷ് ഉണ്ടാക്കി തരാം, ഒരു ടെന്റ് കെട്ടിത്തരാം, നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി. ഒരു ഉയർന്ന ഭാഗം കാണിച്ചിട്ട് പറഞ്ഞു, അവിടെ ഞങ്ങൾക്ക് കെട്ടിത്തരാം, നിങ്ങൾക്ക് കാവലായി ആളുകളെ നിർത്താം, നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള വാഹനത്തെ സജ്ജീകരിക്കാം, നിങ്ങൾ യുദ്ധം ചെയ്യണ്ട. എന്നിട്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാൽ മതി. നമ്മൾ വിജയിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മദീനത്തേക്ക് തിരിച്ചു പോകാം. എന്നാൽ ഞങ്ങളെങ്ങാനും പരാജയപ്പെട്ടാൽ, ഞങ്ങൾ കൊല ചെയ്യപ്പെടുകയാണെങ്കിൽ, പ്രവാചകരെ, നിങ്ങളുടെ കാവൽക്കാരോടൊപ്പം ഒരുക്കി വെച്ചിട്ടുള്ള വാഹനത്തിൽ നിങ്ങൾ വേഗം മദീനത്തേക്ക് പോകണം. എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടോ, അവിടെ ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. വാചകം നോക്ക്. ബദർ യുദ്ധത്തിൽ ഇറങ്ങിയ സഹാബത്ത് പറയാണ്, പ്രവാചകരെ, ഞങ്ങൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ, ആ മദീനയിൽ കുറെ ആളുകളുണ്ട്, അവരൊന്നും വന്നിട്ടില്ലല്ലോ, ഒന്നും പറഞ്ഞില്ല. അവരാക്ഷേപിച്ചുകൊണ്ടല്ല പറഞ്ഞത്, അവരും നിങ്ങൾ അതിയായി സ്നേഹിക്കുന്നവരാണ്, അവർ നിങ്ങളെ സംരക്ഷിച്ചുകൊള്ളും. വിശ്വാസികൾ എപ്പോഴും തന്റെ സഹോദരനെ കുറിച്ച് നല്ലത് ചിന്തിക്കുന്നവനായിരിക്കും. എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മകൾ വരുമ്പോഴേക്ക് അവന്റെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു പരത്തി അവരെ ആളുകൾക്കിടയിൽ ഒന്നുമല്ലാതാക്കുന്ന ഒരവസ്ഥ അത് വിശ്വാസിന്റെ നാവിലുണ്ടാവില്ല. കാരണം നല്ല ഒരു വിശ്വാസിയെ കുറിച്ച് പറഞ്ഞെന്താ, അവന്റെ നാവിൽ നിന്നും അവന്റെ അവന്റെ കയ്യിൽ നിന്നും മറ്റുള്ളവരെ രക്ഷപ്പെടാന്നുള്ളതാ. അഭിമാനം സംരക്ഷിക്കുന്നവരായിരിക്കും വിശ്വാസി. അവിടെയാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു വലിയൊരു ബോധ്യപ്പെടുത്തൽ നമുക്ക് നൽകുന്നത്, ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അതും പ്രിയപ്പെട്ടവരെ ബദരീങ്ങളുടെ വിജയത്തിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ അഞ്ചാമത്തെ വിഷയം, ബദരീങ്ങൾ വിജയിക്കാനുള്ള അഞ്ചാമത്തെ കാരണം, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള അതിയായ സ്നേഹം അവർക്കുണ്ടായിരുന്നു. അതിയായ സ്നേഹം അത് കേവലം ഒരു വാക്കിൽ അവസാനിപ്പിക്കേണ്ടതല്ല. ഈ വാക്ക് പറയുന്നത് ആരാണെന്നറിയോ? ശത്രുക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഉമൈർ ഇബ്നു വഹബ്. ബദറിന്റെ തലേ ദിവസം രാത്രി 2 സൈന്യങ്ങളും ചാരന്മാരെ നിയോഗിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ശത്രുക്കളുടെ ഭാഗത്തേക്ക് പറഞ്ഞയച്ചു. തിരിച്ചു വന്ന സ്വഹാബി വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഏകദേശം 9 or 10 ഒട്ടകങ്ങളെയാണ് അവർ ദിവസേന അറുക്കുന്നത്. അറബികളെ സംബന്ധിച്ചിടത്തോളം 9 ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 900 ആളുകൾ അവിടെ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കണക്ക് കൂട്ടി ഏകദേശം 1000ഓളം വരുന്ന ആളുകൾ അവിടെ ഉണ്ട്.
ഇതേ സമയത്ത് മുസ്ലിങ്ങളുടെ ഭാഗത്തേക്ക് വരികയാണ് ഉമൈർ ഇബ്നു വഹബ് എന്ന് പറയുന്ന ശത്രു. ഉമൈർ വന്നിട്ട് മുസ്ലിങ്ങളുടെ ഭാഗത്ത് ഒക്കെ നോക്കി തിരിച്ച് ശത്രുക്കളുടെ ഭാഗത്തേക്ക് ചെന്നു. ശത്രുക്കൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഉമൈർ വരുന്നത്. ഉമൈർ അവിടെ എത്തിയതും അവരെല്ലാം വലയം ചെയ്തു. അവർ ചോദിക്കുകയാണ്, മുസ്ലിമീങ്ങൾ എത്ര ആളുകളുണ്ട്, ആരൊക്കെയാണ് അവരുടെ കൂട്ടത്തിലുള്ളത്, എന്താണ് അവരുടെ കൈകളിലുള്ളത്, അവരുടെ ആയുധങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കണം. ആ സമയത്ത് ഉമൈർ ഇബ്നു വഹബ് പറയുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾ ബേജാറാവാനൊന്നുമില്ല, മുസ്ലിമീങ്ങൾ നമ്മുടെ 1/3 ഉള്ളൂ, കേവലം 300 ചില്ലാനം വരുന്ന ആളുകളെ മുസ്ലിമീങ്ങളുള്ളൂ. അവരുടെ കയ്യിലാവട്ടെ മൂർച്ചയില്ലാത്ത ആയുധങ്ങളാണ്, മുനയൊടിഞ്ഞ കുന്തങ്ങളാണുള്ളത്, സൗകര്യങ്ങൾ വളരെ കുറവാണ്. ഇതൊക്കെ ഇങ്ങനെ ഉമൈർ പറയുമ്പോ ശത്രുക്കൾ ഇങ്ങനെ സന്തോഷിച്ചു. അതിനുശേഷം ഉമൈർ പറഞ്ഞൊരു വാചകമുണ്ട്, എന്നാൽ ഖുറൈശികളെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഉമൈർ പറയാണ്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ലോകത്ത് ഒരു മനുഷ്യനെയും ആ മനുഷ്യന്റെ അനുയായികൾ ഇത്രത്തോളം സ്നേഹിക്കുന്നത് കണ്ടിട്ടില്ല. മുഹമ്മദിനെ മുഹമ്മദിന്റെ ആളുകൾ സ്നേഹിക്കുന്നത് പോലെ. അവരുടെ കൂട്ടത്തിൽ ഒരാൾ മരിക്കണമെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാളെ കൊന്നിട്ടല്ലാതെ അവരുടെ കൂട്ടത്തിൽ ഒരാൾ മരിക്കൂല. ഈ വാചകം പറഞ്ഞതും ശത്രുക്കൾക്ക് വല്ലാത്ത ബേജാറുണ്ടായി. കാരണം മുസ്ലിമീങ്ങൾ 300 ആളുകളുണ്ടെങ്കിൽ ആ 300 ആളുകളെ കൊല്ലണമെങ്കിൽ തങ്ങളുടെ കൂട്ടത്തിൽ 300 ആളുകൾ മരിക്കുമെന്നുള്ളത് ഉറപ്പായി. ഇത് ഇസ്ലാമിന്റെ ശത്രുവിന്റെ വാക്കാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സ്നേഹിച്ചതും പ്രവാചകനെ ചേർത്ത് നിർത്തിയതുമായ ഒട്ടേറെ സംഭവങ്ങളുണ്ട്. ഇതേ യുദ്ധത്തിൽ ബദർ യുദ്ധം തുടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഇതാ മലക്കുകളെല്ലാം റെഡിയായിട്ടുണ്ട്, അവര് റെഡിയായിട്ടുണ്ട്, നിങ്ങളും അണിയണിയായി നിൽക്കണം. അങ്ങനെ സ്വഹാബത്തിനെങ്ങനെ അണിയണിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തുമ്പോ സവാദ് റളിയല്ലാഹു അൻഹു കുറച്ച് മുന്നിലേക്ക് ഇങ്ങനെ കയറി നിന്നിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു, ഒരു ചെറിയ വടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വടി കൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ വയറിൽ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, കുറച്ച് പിന്നിലേക്ക് നിൽക്ക്. പ്രവാചകൻ അത് പറഞ്ഞിങ്ങനെ മാറി നിൽക്കുമ്പോ ഉടനെ സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നീതിയുടെ പ്രവാചകനാണ് നിങ്ങൾ ഇങ്ങനെ കുത്തിയപ്പോ എനിക്ക് വേദനിച്ചിട്ടുണ്ട്, ഇതിനെനിക്ക് പ്രതിക്രിയ ചെയ്യണം. ശത്രുക്കൾ അപ്പുറത്തുണ്ട്. ആ സമയത്താണ് സവാദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്ത് വേണം? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ കുത്തിയപ്പോൾ എനിക്ക് വേദനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ആ വടി എനിക്ക് നൽകണം, എനിക്ക് തിരിച്ചു കുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വടി കൊടുത്തു. സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോരാ പ്രവാചകരെ, നിങ്ങൾ നിങ്ങളുടെ മേൽവസ്ത്രം അടിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരണയുള്ള ഒരു കുഞ്ഞിനെ പോലെ പ്രവാചകന്റെ മേൽവസ്ത്രം അടിച്ചു. സഹാബിമാരിങ്ങനെ നോക്കി നിൽക്കാണ്. സവാദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്തേക്ക് നീങ്ങിയതും സഹാബിമാർ അവരുടെ കണ്ണുകൾ താഴ്ത്തി. കാരണം അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ മർദ്ദിക്കപ്പെടുക എന്നുള്ളത് അവർക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യമാണ്. ആ സമയത്താണ് സവാദ് റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് ഇറങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഗ്നമായ ആ ശരീരത്തിൽ പ്രവാചകന്റെ നെഞ്ചിലായിക്കൊണ്ട് ഒരുപാട് മുത്തം കൊടുത്തു. എന്നിട്ട് പ്രവാചകനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളെ ഞാൻ ഉപദ്രവിക്കുമോ, ഞാൻ നിങ്ങളെ മർദ്ദിക്കുമോ? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് പിന്നെ സവാദ് നിങ്ങളിപ്പോ പറഞ്ഞത്, എന്തിനാണ് പിന്നെ നിങ്ങൾ പറഞ്ഞത്? ആ സമയത്ത് അദ്ദേഹം പറയാണ്, പ്രവാചകരെ അങ്ങോട്ട് നോക്കൂ, വലിയ ഉന്നതമായ ഒരു സൈന്യമാണ് അവിടെയുള്ളത്, വലിയ ഒരു യുദ്ധമാണിത് നടക്കുന്നത് എന്ന് എനിക്കറിയാം. ഈ യുദ്ധത്തിൽ സവാദെങ്ങാനും മരണപ്പെടുകയാണെങ്കിൽ നാളെ അള്ളാന്റെ മുന്നിലെത്തും എനിക്ക് പറയണം, എന്റെ ശരീരം അവസാനമായി ചേർത്ത് വെച്ചത് അള്ളാഹുവേ നിന്റെ പ്രവാചകന്റെ ശരീരത്തിലേക്കാണ്, ഞാൻ അവസാനമായി മുത്തം കൊടുത്തത് നിന്റെ പ്രവാചകന്റെ ശരീരത്തിലാണ്, ഇതെനിക്ക് പറയണം, അതിനു വേണ്ടിയാണ്. ഒന്നാലോചിച്ച് നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം അവർ സ്നേഹിച്ചു എന്നതിന്റെ അടയാളങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിയായി സ്നേഹിക്കുക എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ സ്നേഹമാണ് അവർക്ക് വിജയം നേടിയെടുക്കാനുള്ള ഒരു കാരണമായതെങ്കിൽ 6ാമത്തെ വിഷയം, അവർക്ക് ഈ ദീനിനോടും അങ്ങേയറ്റത്തെ ഇഷ്ടമായിരുന്നു. ബദരീങ്ങൾ എന്തുകൊണ്ട് ബദർ യുദ്ധത്തിൽ വിജയിച്ചു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹുബ്ബുദ്ദീൻ, ദീനിനോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു അവർക്ക്. ആ ദീനിന്റെ ഇഷ്ടത്തിൽ അവർ വേറൊന്നും വിചാരിച്ചിട്ടില്ല.
ബദർ യുദ്ധം തുടങ്ങുന്ന സമയം ആദ്യത്തിൽ ദ്വന്ദ്വ യുദ്ധമായിരുന്നു. ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് 3 ആളുകൾ ഇറങ്ങി. ഉത്ബയും ശൈബയും വലീദും 3 പേരും മക്കയിലെ പ്രമാണിമാരാണ്. അങ്ങേയറ്റം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും ഉപദ്രവിച്ചവരാണ്. ആ 3 പേരും ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുഹമ്മദ് നിന്റെ കൂട്ടത്തിലുള്ള ആളുകളെ പറഞ്ഞയക്ക്. ആ സമയത്ത് സഹാബിമാരുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ അടക്കമുള്ള 3 അൻസാരികളായ സഹാബിമാർ ഇറക്കി. ഉടനെ ഇവര് വിളിച്ചു പറയാണ്, ശത്രുക്കൾ വിളിച്ചു പറയാണ്, അൻസാരികളെ, നിങ്ങളും നമ്മളും തമ്മിൽ എന്താ പ്രശ്നം? നിങ്ങളുമായിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ നാട്ടിൽ നിന്നും കുടുംബങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് പോയ ആളുകളെയാണ്. ഞങ്ങളുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരാണ്. അതുകൊണ്ട് മുഹമ്മദ് നിന്റെ രക്തത്തിലുള്ള ആളുകളെ നീ പറഞ്ഞയക്കും. ഇത് കേട്ടതും അബ്ദുല്ലാഹ് ഇബ്നു റവാഹ അടക്കമുള്ള ആളുകളെ പ്രവാചകൻ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പ്രവാചകൻ വിളിക്കുകയാണ്, ഖും യാ ഹംസ യാ അലി യാ ഉബൈദ. 3 പേരും പ്രവാചകന്റെ രക്തമാണ്. ഹംസ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സ്വന്തം എളാപ്പയാണ്, ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അലി റളിയല്ലാഹു അൻഹു ആകട്ടെ എളാപ്പാന്റെ മകനാണ്, അലി ഇബ്നു അബി ത്വാലിബ്. 3ാമത്തെ ഉബൈദയാവട്ടെ ഉബൈദത്ത് ഇബ്നുൽ ഹാരിസ് പ്രവാചകന്റെ മൂത്താപ്പാന്റെ മകനാണ്. 3 പേരും പ്രവാചകനോട് വല്ലാത്ത ബന്ധമുള്ളവർ. ആ 3 പേരുമാണ് ഇറക്കുന്നത്. അതിൽ 1-ാം ഘട്ടം മുസ്ലിമീങ്ങൾ വിജയിക്കുകയും ചെയ്തു. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ശത്രുവിന്റെ മുന്നിലേക്ക് ഇറങ്ങാൻ, അവന്റെ വാൾത്തലപ്പിലേക്ക് നീങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോ ഒരു മടിയും കൂടാതെ എന്റെ ദീനിന്റെ കാര്യത്തിൽ പ്രവാചകൻ എന്നോട് പറഞ്ഞോ, ഇതിനപ്പുറത്തേക്ക് എനിക്ക് വേണ്ട, ഇറങ്ങണം അവിടെ. വേറെ എനിക്ക് ഇന്നല്ലാത്ത വേറൊരാളെ വിളിക്കും ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളോട് ദ്വന്ദ്വയുദ്ധത്തിന് വേണ്ടി പറഞ്ഞിട്ടില്ല, ഒരു മിസൈൽ ആക്രമണത്തിന് വേണ്ടി പറഞ്ഞിട്ടില്ല. ഇസ്ലാമിന്റെ ആശയം പഠിച്ച നിങ്ങൾ ഖുർആനിന്റെ ഒരായത്തുമായി കൊണ്ട് തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഖുർആനിന്റെ പരിഭാഷയുമായിട്ടൊന്ന് പോകൂ എന്ന് പറഞ്ഞാൽ അതിന് സന്നദ്ധരാണോ നമ്മൾ? ഒരു ലഘുലേഖ, ഖുർആനിന്റെ ആയത്തുള്ള ഒരു ലഘുലേഖ, അത് മറ്റൊരാൾക്ക് കൊടുത്തിട്ട് ഇസ്ലാമിനൊന്ന് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ആളുകൾ റെഡിയാകും? ദഅവത്ത് നടത്തേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ? നമ്മളോട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞോ ദ്വന്ദ്വയുദ്ധത്തിന്? നമ്മളോട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞോ സായുധമായ സമരത്തിന്? എന്നാൽ ഖുർആൻ കൊണ്ടുള്ള ഒരു ജിഹാദുണ്ട്, ദീന് കൊണ്ടുള്ള ഒരു ജിഹാദുണ്ട്. എത്ര ആളുകൾ അതിന് സന്നദ്ധമാകുന്നുണ്ട്? പലപ്പോഴും ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിവാകുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മക്കളെക്കാൾ, കുടുംബക്കാരെക്കാൾ എല്ലാ അർത്ഥത്തിലും ദീനിനോടായിരുന്നു സ്നേഹം. ഈ ബദർ യുദ്ധത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളുടെ ഭാഗത്തായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ ശത്രുക്കളുടെ ഭാഗത്താണ്. കാലങ്ങൾക്ക് ശേഷം ഈ മകൻ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, വാപ്പ, അന്ന് ഞാൻ നിങ്ങളെ കാണരുതെന്ന് വിചാരിച്ചിരുന്നേ. നിങ്ങളെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ മാറി നടക്കായിരുന്നു ബദർ യുദ്ധത്തിന്റെ സമയത്ത്, നിങ്ങളോട് യുദ്ധം ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട്. ഇത് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ജാഹിലിയത്തിലെ അല്ലെങ്കിൽ മക്കാ മുശ്രിക്കായി നിൽക്കുന്ന സമയത്തുള്ള അവസ്ഥ പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു മകന്റെ കൈ പിടിച്ചിട്ട് പറയാണ്, മോനെ, അന്ന് ബദറിന്റെ അന്ന് ഞാൻ നിന്നെ തെരഞ്ഞു നടക്കായിരുന്നു, ഞാൻ നിന്നെയാണ് അന്വേഷിച്ചിരുന്നത്. അന്ന് നീ എങ്ങാനും എന്റെ മുന്നിലുണ്ടായിരുന്നെങ്കിൽ മറ്റൊന്നും നോക്കാതെ നിന്റെ തല ഞാൻ അറുക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. സ്വന്തം മക്കളെക്കാൾ, വാപ്പയേക്കാൾ, കുടുംബക്കാരെക്കാൾ ദീനിനോടാ ഇഷ്ടം. അള്ളാഹ് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് വേറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് വേറില്ല. അതാണ് വിശ്വാസി. സമിഅനാ വഅതഅനാ. മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം കൂടി അതാണ്, കീഴൊതുങ്ങിയവൻ. അള്ളാഹ് എന്ത് പറഞ്ഞാലും അതിലേക്ക് കീഴൊതുങ്ങുമ്പോൾ മാത്രമാണ് ഒരാൾ മുസ്ലിമാക്കുക. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞതൊക്കെ ബദരീങ്ങളുടെ വിജയത്തിന്റെ കാരണങ്ങളായിരുന്നുവെങ്കിൽ ഈ കാരണങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ കൂടി നമ്മൾ കൊണ്ടുപോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്.
ബദർ യുദ്ധത്തിൽ ബദരീങ്ങൾ വിജയിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. അതിൽ 7ാമത്തെ കാരണം പ്രാർത്ഥനയുടെ ശക്തിയായിരുന്നു. ബദറിന്റെ തലേ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോടെല്ലാം ഒന്ന് വിശ്രമിക്കാനായി കൽപ്പിക്കുകയും എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ തന്റെ 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രവാചകന്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. പ്രവാചകന്റെ തോളിലിട്ടിട്ടുള്ള ഒരു ഷോൾ അതിങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരുന്നു. ഞാനത് പല തവണ പ്രവാചകന്റെ തോളിലേക്ക് വെച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അൻജിസ് ലിമാ വഅതനി, അല്ലാഹുമ്മ ആതി മാ വഅതനി. അല്ലാഹുവേ, നീ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തത് എന്താണോ അത് ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാഹുവേ, നീ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് ഞങ്ങൾക്ക് നീ നൽകണേ. ഈ ഒരു കൊച്ചു സൈന്യത്തെ എങ്ങാനും ശത്രുക്കൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ആരാധിക്കാൻ ഈ ലോകത്ത് പിന്നെ ആരുണ്ടാവില്ല. നിരന്തരമായി റബ്ബി പ്രാർത്ഥിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെയാണ് പ്രിയപ്പെട്ടവരെ അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ നിർത്തി, എത്ര നേരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. ഇതേ തലേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്, അബൂ ജഹൽ ലഅനത്തുല്ലാഹി മരിച്ചു വീഴുന്നത് അവിടെയാണ്, ഉത്ബ ഇവിടെയാണ് മരിച്ചു വീഴുക, ശൈബയുടെ ഖബർ ഇവിടെയായിരിക്കും, അല്ലെങ്കിൽ ശൈബയുടെ ശവം കിടക്കുന്നത് ഇവിടെയായിരിക്കും, ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രാർത്ഥിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒക്കെ അല്ലാഹ് സഹായിക്കുന്നു പറഞ്ഞിരിക്കല്ല, അല്ലാഹ് പറഞ്ഞിട്ടാണ് ഇറങ്ങണത്. അല്ലാഹുവാണ് ഈ കൽപ്പന കൊടുത്തിട്ടുള്ളത്, അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിലാണ് ഒക്കെ ശരി. പക്ഷെ എന്നാലും റബ്ബിനോട് പ്രാർത്ഥിക്കണം, നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അവിടെ നമ്മളിന്ന് പരിശോധിക്കും. ചില ആളുകളോടൊക്കെ പ്രാർത്ഥനന്റെ കാര്യം പറയുമ്പോ തിരിച്ച് തമാശയായി ചോദിക്കുന്ന ഒരു ചോദ്യം, ഇന്റെ പ്രശ്നമൊക്കെ പടച്ചോനക്ക് അറിയൂലേ, പിന്നെ ഇപ്പൊ ഞാനിപ്പോ എന്തിനാ പ്രാർത്ഥിക്കേണ്ട ആവശ്യം? എന്നേക്കാൾ കൂടുതൽ പടച്ചോനക്ക് അറിയൂലേ? അറിയാം, അല്ലാഹു ആലിമാണ്, അലീമാണ്, അത് സംശയമല്ല. പക്ഷേ നമ്മൾ ചോദിക്കുക എന്നുള്ളൊരു മര്യാദ ഉണ്ട്. നിരന്തരമായി ചോദിക്കുക. ചില ആൾക്കാർ പറയും, ഞാൻ 2 തവണ ചോദിച്ചു, കഴിഞ്ഞ ആഴ്ച ചോദിച്ചു, കഴിഞ്ഞ മാസം ചോദിച്ചു. പോരാ, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചാലാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹിന്റെ സഹായം ഉണ്ടാകുക. എങ്കിൽ 8ാമത്തെ വിഷയം, ഈ പറഞ്ഞ 7 കാര്യങ്ങളുണ്ടെങ്കിൽ 8ാമത്തെ വിഷയം അള്ളാഹിന്റെ അടുക്കൽ നിന്നുണ്ടാകും. നേരത്തെ സൂചിപ്പിച്ച 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ, 8ാമത്തെ ഒരു കാര്യം അള്ളാഹിന്റെ സഹായം എന്നുള്ളത് അതുണ്ടാകും. 8ാമത്തെ വിഷയം അള്ളാഹു സഹായിച്ചു. അല്ലാഹു പറയാണ്, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാ. നിങ്ങൾ ഏറ്റവും അശക്തരായിരിക്കുന്ന സമയത്ത് അല്ലാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചിട്ടുണ്ട്. അല്ലാഹ് പറയാണ്, അല്ലാഹ് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും കുറവായിരുന്നു മുസ്ലിമീങ്ങൾ. എണ്ണത്തിൽ കുറവായിരുന്നു, വണ്ണത്തിൽ കുറവായിരുന്നു, ആയുധങ്ങളിൽ കുറവായിരുന്നു. പക്ഷെ അല്ലാഹുവിന്റെ സഹായം ഉണ്ടായി. 1ാമത്തെ സഹായം വരുന്നത് നല്ല ശക്തമായ മഴ പെയ്തിട്ടാ. ശക്തമായൊരു മഴ പെയ്തു. മുസ്ലിമീങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് അവർക്കൊരു പ്രയാസം ഉണ്ടായില്ല. അവർക്ക് നല്ല കുളിരുള്ള ഒരു മഴ, സ്വസ്ഥമായി അവർക്ക് കിടന്നുറങ്ങാൻ പറ്റി. ഒരുപാട് വെള്ളം കിട്ടി. എന്നാൽ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം ആ കുതിച്ചു വന്ന മഴയും അതിന്റെ ഓവുചാലുകളുമൊക്കെ നേരെ വന്നത് അവർ കിടക്കുന്ന ഭാഗത്തേക്കാ. ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു പോയി. അവർ നിൽക്കുന്ന ഭാഗം ചെളിക്കുണ്ടായി മാറി. അള്ളാന്റെ ഒരു സഹായമായിരുന്നു. 2ാമത്തെ ഒരു സഹായം എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാചകമുണ്ട്, നാം നിങ്ങൾക്ക് സഹായം നൽകിയത് ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദഫീൻ. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗാസ തേടിയപ്പോ, ആ പദങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ തേടിയപ്പോൾ ഫസ്തജാബ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു ഉത്തരം നൽകി. എങ്ങനെ? 1000ഓളം വരുന്ന മലക്കുകളെ തുടരെയായി അല്ലാഹു പറഞ്ഞയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ഇങ്ങനെ അണിയണിയായി നിർത്തുന്ന സമയത്ത് പറയുന്നുണ്ട്, ഹാദാ ജിബ്രീൽ ആഖിദും ബിറഅസി ഫറസിഹി. ഇതാ ജിബ്രീൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് തന്റെ കുതിരപ്പുറത്ത് കടിഞ്ഞാറ് പിടിച്ചു നിൽക്കുന്നുണ്ട്. നിങ്ങൾ തയ്യാറായിക്കോ സഹാബത്തെ. അള്ളാഹുവിന്റെ സഹായമായിരുന്നു.
പ്രിയപ്പെട്ടവരെ, ഈ സഹായം മുസ്ലിമീങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എങ്ങനെ ലഭിക്കും? ഈ പറഞ്ഞ 8 കാരണത്തിൽ ഏതെങ്കിലും ഒരു കാരണം നമ്മുടെ ജീവിതത്തിലേക്കുണ്ടോ? നമ്മൾ സ്വയം പരിശോധിക്കാം. നമുക്ക് വിജയം വേണ്ടേ? പാരിത്രികമായ വിജയം വേണ്ടേ? ഭൗതികമായ വിജയം വേണ്ടേ? എങ്കിൽ അതിനനുസരിച്ച് കൊണ്ടുള്ള ജീവിതം നമുക്കുണ്ടാവണം. ഖേദകരമെന്ന് പറയട്ടെ, എന്തിനായിരുന്നോ ബദരീങ്ങൾ യുദ്ധം ചെയ്തത്? ഏതൊരു വിഭാഗത്തോടാണോ ബദരീങ്ങൾ യുദ്ധം ചെയ്തത്, ആ വിഭാഗത്തിന്റെ അതേ ആശയവുമായി ഇന്നും മുസ്ലിമീങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. ശരിക്ക് ബദർ യുദ്ധത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് ആരോടാ? അല്ലാഹുവിനോട്. എന്നാൽ ബദറിലേക്ക് വരുന്ന സമയത്ത് മുശ്രിക്കുകളുടെ നേതാവായിരുന്ന അബൂജഹൽ ലഅനത്തുല്ലാഹി കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതിനെ കുറിച്ച് കിതാബുകളിൽ കാണാൻ കഴിയും. ആരോടാ പ്രാർത്ഥിക്കുന്നത്? اللهم انصر اعلى الجندين واكثر الفئتين. ആരോടാ പ്രാർത്ഥിച്ചേ? അല്ലാഹുവേ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബദർ യുദ്ധം നടന്നത് ഏതെങ്കിലും രാഷ്ട്രീയപരമായ തർക്കത്തിന്റെ പേരിലല്ല, അതിർത്തി തർക്കത്തിന്റെ പേരിലല്ല, സാമ്പത്തികമായ ക്രമക്കേടിന്റെ പേരിലല്ല, വ്യക്തിപരമായ വിദ്വേഷത്തിന്റെ പേരിലല്ല. മറിച്ച് ഒരു വിഭാഗം പറഞ്ഞു അല്ലാഹനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, എന്നാൽ മറ്റേ വിഭാഗമോ അല്ലാഹനെയും വിളിക്കുക, മറ്റുള്ളവരെയും വിളിക്കുക. ഇതെന്റെ വാക്കല്ല. അവർ അല്ലാഹുവിനെ അറിഞ്ഞവരായിരുന്നു മുശ്രിക്കുകൾ. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാന്റെ പേരെന്താ? അബ്ദുള്ള. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് അബ്ദുള്ള എന്ന വാക്കിന്റെ അർത്ഥം? എന്താ? അള്ളാന്റെ അടിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സിലാണ് നുബുവത്ത് കിട്ടുന്നത്. 40-ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാകുന്നത്. 40 കഴിഞ്ഞിട്ടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാപ്പാക്ക് പേരിടുന്നത്? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പേ വാപ്പ മരണപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ നബിന്റെ വാപ്പക്ക് അബ്ദുള്ള, അള്ളാന്റെ അടിമ എന്ന പേര് വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബ് ഇടണമെങ്കിൽ അള്ളാഹിനെ കുറിച്ച് അറിയണ്ടേ? അള്ളാഹിനെ കുറിച്ച് അറിയുന്നത് കൊണ്ടല്ലേ ആ പേരിടുന്നത്. ഇനി അള്ളാഹ് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, പ്രവാചകരെ നിങ്ങൾ അവരോട് ചോദിക്കും, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ അശ്-ശംസ വൽ ഖമർ സയഖൂലുന്നല്ലാഹ്. ആരാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ചത്, സൂര്യചന്ദ്രന്മാരെ വിധാനിച്ചത് ആരാണെന്ന് ആ മുശ്രിക്കുകളോട് ചോദിച്ചാൽ അവർ പറയും സയഖൂലുനല്ലാഹ്. അത് അവർ പറയുക തന്നെ ചെയ്യും, അല്ലാഹുവാണ്. സയഖൂലുനല്ലാഹ്, അവർ പറയുക തന്നെ ചെയ്യുന്ന അല്ലാഹുവാണ്. പിന്നെന്താ പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹനെ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. അവർ പറഞ്ഞു അല്ലാഹനെ വിളിക്കാൻ മറ്റുള്ളവരെയും വിളിക്കാം. എന്നിട്ട് അവർ അതിന് കുറെ കാരണങ്ങൾ കണ്ടെത്തി. അവർ പറഞ്ഞു മാന അബ്ദുഹും ഇല്ലാ ലിയുഖദിബൂന ഇലല്ലാഹി സുൽഫ. അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവരൊക്കെ വിളിക്കുന്നത്. ഞങ്ങൾ ഈ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ അള്ളാന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ്. ഖുർആനിന്റെ ആയത്തായി പറയുന്നത്, ഖുർആനിന്റെ ആയത്തിലുള്ളതാ. അവർ പറയുന്ന വാദങ്ങളാണ് പറയുന്നത്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ വിളിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതേ കാര്യമല്ലേ ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ പല ആളുകളും പറയുന്നത്? ഈ ബദറിന്റെ വിഷയം മാത്രം എടുക്കും. ഇനി നമ്മുടെ മുന്നിൽ ഇന്ന് രാത്രി മുതൽ പല പള്ളികളിലും പ്രത്യേകമായ ആരാധനാക്രമങ്ങളുണ്ട് ബദറുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ചില പള്ളികളൊക്കെ അടച്ചുകൊണ്ട് തന്നെ വേറെ പ്രത്യേകമായ പള്ളികളിലേക്ക് ആളുകളെ വിളിച്ചുകൂട്ടി 313 പത്തിരിയുമായി അല്ലെങ്കിൽ 313 ദിക്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം ഓരോ തവണയും ഓരോരോ പുതിയ കാര്യങ്ങളെ കൊണ്ടുവരുന്നത്. എന്നിട്ട് പറയുന്നത് എന്താ? ഇത് ബദരീങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാ, ബദരീങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാ. അങ്ങനെ ഒരു സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഹിജ്റ 2-ാം വർഷമാണ് ബദർ യുദ്ധം നടക്കുന്നത്. ഹിജ്റ 2-ാം വർഷം. ഹിജ്റ 3, 4, 5, 6, 7, 8, 9, 10. ഹിജ്റ 11 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. ഇതിനിടയിൽ എന്തായാലും ഒരു 8 റമദാനെങ്കിലും കഴിഞ്ഞു പോകൂലേ? ഇതിലേതെങ്കിലും ഒരു റമദാനിൽ, ഒരു റമദാൻ 17-ന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടിയോട് പറയാണ്, അബൂബക്കർ, ഉമർ എല്ലാവരും വരും, നമ്മൾ കഴിഞ്ഞ 2 കൊല്ലം മുമ്പല്ലേ ബദർ നടന്നത്, അതിനെക്കുറിച്ച് നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കാം, നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഭക്ഷണം കൊടുക്കുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയാണ്, കുറച്ച് കാരക്കയുമായിട്ട് വരും, നമ്മളെല്ലാവരും കൂടി ഇരുന്ന് തിന്നുക. ചെയ്തിട്ടുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ നബി ചെയ്തു എന്ന് പറയുന്നത്? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതെങ്ങനെ ദീനായി മാറും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, ശരി, എന്ന സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനമുള്ളവരാണല്ലോ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ.
അവർ ഭരണം നടത്തി 29.5 കൊല്ലക്കാലം. അതിലെന്തായാലും ഒരു 25-ലധികം റമദാൻ കഴിഞ്ഞു പോകില്ലേ? അവരാരെങ്കിലും നടത്തിയോ? അവരും നടത്തിയിട്ടില്ല. സഹാബത്തിന് ആർക്കെങ്കിലും പരിചയമുണ്ടോ? അവർക്കും പരിചയമല്ല. വേണ്ട, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകളുണ്ട് എന്ന് അവകാശപ്പെടുന്നത് മദ്ഹബ് നോക്കിക്കഴിഞ്ഞാൽ ഷാഫി മദ്ഹബിലാണല്ലോ. ആ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ബദർ മൗലിദ് നടത്തിയിട്ടുണ്ടോ? ബദർ മാല ചൊല്ലിയിട്ടുണ്ടോ? അന്ന് വല്ല പരിപാടിയും നടത്തിയിട്ടുണ്ടോ? ഒന്നുമില്ല. അവരാരും ചെയ്തിട്ടില്ല. എങ്കിൽ അവരാരും ചെയ്യാത്തൊരു കാര്യം അത് തെറ്റാണെന്ന് പറയുമ്പോൾ നിങ്ങളെ ബിദഈയാണ്, നിങ്ങൾ പുത്തൻവാദിയാണ്, നിങ്ങൾ പ്രശ്നക്കാരനാണ്, നിങ്ങൾ ജൂതന്റെ ആളാണ്. സുബ്ഹാനല്ലാഹ്, എന്താ ഈ പറയുന്നത്? ദീനില്ലാത്ത കാര്യം ചെയ്യരുതെന്ന് പറയുമ്പോൾ അപ്പോഴേക്ക് ജൂതനാക്കുക. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ദീന് മനസ്സിലാക്കണം. ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല. ഈ ബദർ മൗലിദുകളിലൊക്കെ പറഞ്ഞു എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇവരെ ചൊല്ലുന്ന വരികൾ ചില ഭാഗങ്ങളൊന്ന് നോക്കിക്കോ. ഒരൊറ്റ വാചകം ഓർമ്മപ്പെടുത്താം. യാമൻ ബിഹി ഹല്ലർദ വമൻ ബിഹം മിൻ നകിദ ഖുൽ നാദിയ മുസ്തൻജിദ യാ അഹ്ല ബദരി ശുഹദ. ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആ വാചകങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. യാമൻ ബിഹി ഹല്ലർദ, കനത്ത വിപത്തുകളോ നാശമോ വന്നെത്തിയവനെ, വമൻ ബിഹം മിൻ നകിദ, കടുത്ത ദുഃഖം കാരണം കഷ്ടപ്പാടിലായവനെ, ഖുൽ, നീ വിളിച്ചോ, നീ പറഞ്ഞോ, നാദിയൻ മുസ്തൻജിദ, നീ സഹായം തേടിക്കൊണ്ട് വിളിച്ചു പറയുക, യാ അഹ്ലി ബദരി ശുഹദാ, ബദറിൽ ശുഹദാക്കളായിട്ടുള്ളവരെ എന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരണേ. ബദറിൽ ശുഹദാക്കൾ ആരൊക്കെയാ? ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അവരൊക്കെയാണ് അതിൽ പങ്കെടുത്ത ആളുകൾ. അവരോടാ പറയുന്നത് ഞങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തന്നെയെന്ന്. എങ്കിൽ ആ ബദറിൽ പങ്കെടുത്ത ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സുബ്ഹ് നമസ്കാരത്തിന് വേണ്ടി പള്ളിയുടെ മീറാബിൽ നിൽക്കുമ്പോഴാണ് ശത്രു വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തി പരിക്കേൽപ്പിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു സുബ്ഹ് നമസ്കാരത്തിന് വരുന്ന സമയത്താണ് ശത്രു അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. അവരൊക്കെ ബദരീങ്ങളല്ലേ? അവരോടാണോ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാൻ വേണ്ടി പറയുന്നത്? രോഗം മാറ്റാൻ വേണ്ടി പറയുന്നവരുണ്ടല്ലോ ബദരീങ്ങളോട്. എങ്കിൽ ആ ബദരീങ്ങളിൽപ്പെട്ട ആളാണ് അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. പ്ലേഗ് പിടിപെട്ടിട്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അദ്ദേഹം ബദറിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, സ്വന്തം പിതാവിന്റെ തലയെറുത്ത ആളാ. അദ്ദേഹത്തിന്റെ ഈമാനിനെ അളക്കണോ നമുക്ക്? അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ കുറവുണ്ടോ? വീട് കുറവുണ്ടോ? എന്നാൽ അദ്ദേഹം പ്ലേഗ് പിടിപെട്ടിട്ട് മരിക്കണേ. അവിടെയാണ് വീടാൻ പോകുമ്പോഴേക്ക് ബദരീങ്ങളെ വിളിക്കുന്നവർ. മക്കൾക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ ബദരീങ്ങളെ വിളിക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, ദീനല്ലത്, അത് ദീനല്ല, അത് ശിർക്കൻ വിശ്വാസമാണ്. ബദരീങ്ങളോട് പ്രാർത്ഥിക്കാനല്ല ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ബദരീങ്ങൾ ആരോട് പ്രാർത്ഥിച്ചോ ആ റബ്ബിനോട് പ്രാർത്ഥിച്ചു. ഈ പറഞ്ഞതിന്റെ അർത്ഥം ബദരീങ്ങൾ മോശക്കാരാണെന്നല്ല. ഈ ഉമ്മത്തിൽ ഏറ്റവും ഉന്നതർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അത് ബദരീങ്ങളാണ്, ബദറിൽ പങ്കെടുത്ത ആളുകളാണ്. അതിൽ സംശയമല്ല. പക്ഷേ അതിനർത്ഥം അവരെ ആരാധിക്കാനോ അവരെ വിളിച്ചു പ്രാർത്ഥിക്കാനോ അവരോട് സഹായം തേടാനോ പാടില്ല. മറിച്ച് അവരേത് ദീന് പഠിപ്പിച്ചോ ആ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദീനിനെ തെറ്റായ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ തെറ്റ് തിരുത്തിക്കൊണ്ട് യഥാർത്ഥ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു എല്ലാവർക്കും നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. യഥാർത്ഥ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.